നമസ്കാരം. കേരളത്തിൻ്റെ ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ബിന്ദു ഗാർഹിക പീഡനത്തിനും അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടത് സംബന്ധിച്ചതുമായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പരസ്യമായി ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് അവിഹിതം വിഹിതം ഇതെല്ലാം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതേ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകളോ അന്വേഷണങ്ങളോ നടത്തേണ്ട കാര്യമില്ല സത്യത്തിൽ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ ഇതിൽ പരാമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കേരളത്തിൻ്റെ ഒരു മന്ത്രിയാണ് എന്നുള്ളത് ഈ വാർത്തകൾക്ക് ഒരു പൊതുമാനം നൽകുന്നു, അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ ഈ വാർത്തകൾ ചർച്ച ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഉയർത്തുന്നു. എന്നിരുന്നാലും അവിഹിതത്തിൻ്റെ ഒരു തലത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പരാതികളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഗാർഹിക പീഡനത്തിൻ്റെ വകുപ്പെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചേർക്കേണ്ട ഒരു പരാതിയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ കേരള പോലീസ് എൻ്റെ അറിവിൽ നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത് വരെയെങ്കിലും ഒരു നടപടികളോ അല്ലെങ്കിൽ ഒരു FIR പോലും എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 112 എന്നിട്ടുള്ള ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ പരാതി അറിയിച്ച് പോലീസ് അവിടെ എത്തിയിട്ട് പോലും ഞങ്ങൾക്കിതിൽ ഇടപെടുവാൻ സാധിക്കില്ല, കാരണം ഇദ്ദേഹം മന്ത്രിയായതുകൊണ്ട്, ഗണേഷ് കുമാർ മന്ത്രിയായതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞവർ പിൻവാങ്ങിയെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പോലീസിൻ്റെ ഈ നിഷ്ക്രിയത്വം കാണുമ്പോൾ പല കാര്യങ്ങളിലും ഇവർ ഇത്തരത്തിലുള്ളൊരു നടപടി അല്ല എടുക്കുന്നത്. ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 3ഓ 4ഓ കേസുകൾ അന്വേഷിക്കാനും പുതിയ കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുമെന്ന് പറഞ്ഞ് ടോൾ ഫ്രീ നമ്പർ വരെ കേരള പോലീസ് തുടങ്ങിയെന്നാണ് പലരും പരിഹാസത്തോടുകൂടി പറയുന്നത്. അത് ഏറെക്കുറെ സത്യത്തോട് അടുത്ത് നിൽക്കുന്നൊരു പരിഹാസമായിരുന്നു താനും. രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണോ അപരാധിയാണോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ രാഷ്ട്രീയപരമായി ഭരിക്കുന്ന പാർട്ടിക്ക് എതിരെ നിൽക്കുന്ന ഒരാളുടെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു പീഡനാരോപണം വരുമ്പോൾ, കാരണം ഇതും പീഡനം തന്നെയാണ്. സ്ത്രീ പീഡനം എന്ന് പറയുന്നത് ലൈംഗികമായിട്ടുള്ള പീഡനം മാത്രമല്ല. സ്വന്തം ഭാര്യയെ കൈ ഉയർത്തി അടിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം സഹായികളെ കൊണ്ട് അവരുടെ ഫോൺ തട്ടിപ്പറിക്കുവാനും അവരെ ബന്ധനസ്ഥയാക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതും പീഡനത്തിൻ്റെ പട്ടികയിൽ തന്നെ പെടുന്ന കാര്യങ്ങളാണ്. അതൊരു ഭർത്താവ് ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഭീകരത കൂടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിച്ചൊരു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കാണിച്ചൊരു കാര്യക്ഷമതയുടെ 10-1 പോലും കേരള പോലീസ് ഇക്കാര്യത്തിൽ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗണേഷ് കുമാറിൻ്റെ പത്നിയായിട്ടുള്ള ശ്രീമതി ബിന്ദുവും പറയുന്നത് അതേ കാര്യം തന്നെയാണ്. കേരള പോലീസ് വളരെ തികച്ചും നിഷ്ക്രിയമായി തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നിർമ്മമായിട്ട് തന്നെയാണ്, ഒരു വികാരവുമില്ലാതെ ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള തരത്തിലാണ് കേരള പോലീസ് മുന്നോട്ട് പോകുന്നതെന്നാണ് അവരുടെ ആരോപണം. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഗണേഷ് കുമാർ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമെന്ന് പറയുന്നു, രാജിവെക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥിരതയും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കൃത്യതയും ആ വാർത്ത സംബന്ധിച്ച് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിനെ ഉറപ്പിക്കാവുന്ന ഒരു വസ്തുതയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് അതിന് തൽക്കാലം നമുക്ക് വിടാം. രാജിവെക്കില്ല എന്ന് തന്നെ നമുക്ക് പോകാം. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ഈ വാർത്ത ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുമ്പോഴും അദ്ദേഹം തന്നെയാണ് കേരളത്തിൻ്റെ ഗതാഗത മന്ത്രി. ഇനി അവിഹിതത്തിൻ്റെ കാര്യത്തിലേക്ക് അധികം നമ്മൾ എത്തി നോക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നത് പൊതുമണ്ഡലങ്ങളിൽ ഇത് ചർച്ച ചെയ്യുവാനുള്ള പ്രധാന കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മന്ത്രിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീ ഗണേഷ് കുമാറിനെ കുറിച്ചിൻ്റെ ഈ അവിഹിതത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പത്നി പറഞ്ഞത് കൂടാതെ നിരവധി ട്രോളുകളും വിമർശനങ്ങളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ്. അതിൽ ഒന്ന്, ഗണേഷ് കുമാറിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ കണ്ടുപിടിച്ച അവിഹിതത്തിലെ രണ്ടാം കക്ഷി ആരായിരുന്നു, അതായത് ഗണേഷ് കുമാറിന് ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീ ആരായിരുന്നു എന്ന് ChatGPT അടുത്ത് വരെ ആളുകൾ ചോദിച്ചു തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. ഇതിനൊപ്പം തന്നെ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരു ക്രിമിനലായിരുന്ന, ഈ അടുത്തിടയ്ക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു സ്ത്രീയുടെ പേര് കേൾക്കുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഒരു കേരളത്തിലെ ഒരു ജനസമൂഹത്തെ അസ്വസ്ഥരാക്കേണ്ട ഒരു വാർത്ത, ഒരു അഭ്യൂഹമാണ്, തീർത്തും ഒരു അഭ്യൂഹം മാത്രമാണ്. ഈ വാർത്തയ്ക്ക് തൽക്കാലം യാതൊരു തെളിവുകളും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ വെറും ഗോസിപ്പായിട്ട് മാത്രം കണ്ടാൽ മതി. എന്നാൽ സത്യമാണെങ്കിൽ കേരളത്തിലെ ഒരു ജനവിഭാഗത്തെ മുഴുവൻ അസ്വസ്ഥരാക്കേണ്ട ഒരു വാർത്തയും വരുന്നുണ്ട്. കാരണം ഒരു പ്രമുഖ സമുദായ നേതാവിൻ്റെ മകളായിരുന്നു, അല്ലെങ്കിൽ മകളുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നത്. ആ ബന്ധമാണ് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കാണുകയും തുടർന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തതെന്ന് ഒരു അഭ്യൂഹവും ഒരു കിംവദന്തിയും ഉയരുന്നുണ്ട്. അതെല്ലാം വിട്ടേക്കൂ. ഈ കിംവദന്തിയോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത പരക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ
ഭാര്യ ശ്രീമതി ബിന്ദുവുമായി ബന്ധം വേർപ്പെടുത്തിയാൽ മറ്റൊരു വിവാഹത്തിന് ഉടനെ തന്നെ സാധ്യതകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഒരു സമുദായ സംഘടനയുടെ തലപ്പത്തേക്ക് ഗണേഷ് കുമാറിനെ അവരോധിക്കുവാനുള്ള ഒരു നീക്കത്തിൻ്റെ മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ അവസാന ഘട്ടമായിട്ട്, മുന്നോടിയായിട്ടല്ല അവസാന ഘട്ടമായിട്ടുള്ള ഒരു നടപടിയായിരിക്കും ആ വിവാഹം എന്നാണ് ഈ കിംവദന്തിയുടെ പിന്നാലെ വരുന്ന മറ്റൊരു ഗുരുതരമായ കിംവദന്തി. ഈ കിംവദന്തിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമുദായം മുഴുവൻ ആശങ്കപ്പെടേണ്ടതുണ്ട്. കാരണം ഗണേഷ് കുമാറിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ യാതൊരു തരത്തിലും ഇത്തരത്തിലൊരു സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുവാൻ അദ്ദേഹം യോഗ്യനല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ആ സമുദായത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരമുള്ള, ആ സമുദായം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമായൊരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ആന്തരികമായി ഹിന്ദു സമൂഹത്തിനെ ഉള്ളിൽ നിന്ന് പിളർത്തുവാൻ വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും LDFൻ്റെയോ UDFൻ്റെയോ പക്ഷത്തു നിന്ന് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗണേഷ് കുമാറിനെ പോലെ സ്വന്തം അച്ഛൻ തന്നെ ഇയാളെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് അബദ്ധമായി പോയി എന്ന് എടുത്തു പറഞ്ഞൊരു രാഷ്ട്രീയക്കാരനെ ആ സമുദായ സംഘടനയുടെ തലപ്പത്തേക്ക് അവരോധിക്കുവാനുള്ള എന്തെങ്കിലും നടപടികൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ അവിഹിതത്തിൻ്റെയും തുടർന്നുണ്ടായേക്കാവുന്ന വിവാഹമോചനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഹൈന്ദവ സമൂഹം ആശങ്കയോടുകൂടി മാത്രം കാണേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹത്തിലെ ഒരു പ്രത്യേക സമുദായം. കാരണം ആ സമുദായ സംഘടനയുടെ തലപ്പത്തേക്കാണ് ഇദ്ദേഹം വരുവാൻ പോകുന്നത് എന്നാണ് കിംവദന്തികൾ പറയുന്നത്. എത്രത്തോളം അതിൽ സത്യമുണ്ടെന്നുള്ളത് അറിയില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് സമുദായ സംഘടന ഏതാണ് ഇപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി കാണും. പക്ഷേ എന്നാൽ കൃത്യമായ വിവരങ്ങൾ, ഉറപ്പുള്ള തെളിവുകൾ ലഭിക്കുന്നതിനനുസരിച്ച് ഈ സമുദായ സംഘടന ഏതാണ്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കളികൾ, കൃത്യമായിട്ട് എന്താണ് നടന്നത് എന്ന് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പ്രേക്ഷകരോട് തത്വമയി ന്യൂസ് പങ്കുവയ്ക്കുന്നതാണ്. എന്തായാലും തൽക്കാലം ഇത്രമാത്രം. ഹിന്ദു സമൂഹം ഗണേശൻ്റെ അവിഹിതത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ഭയത്തിലാണ് ഞാൻ. നിങ്ങൾക്ക് ആ ഭയമുണ്ടോ എന്നുള്ളത് അഭിപ്രായമായിട്ട് കമൻറ്റുകളിലൂടെ അറിയിക്കുക. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.